എവിടെ വരെ എത്തി വിഷു ഒരുക്കമൊക്കെ? ഞാൻ എന്താ കിറ്റ് വാങ്ങിച്ചതിനകത്ത് കണക്കൊന്നപ്പൂവൊക്കെ വൃത്തിയായിട്ട് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ഫ്രിഡ്ജിലങ്ങ് വെക്കുക കേട്ടോ. കാരണം നാളത്തേക്ക് ഇനിയിപ്പോൾ ഇത് വാടാതിരിക്കണമല്ലോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്? ഇത്രയും പച്ചക്കറിയുണ്ട്, പച്ചക്കറിയല്ല ഫ്രൂട്ട്സ്, സോറി. പിന്നെ ഇനിയിപ്പോൾ നാളത്തെ ഒരു കിച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ശങ്കരിക്കുഞ്ഞിൻ്റെ ഫസ്റ്റ് വിഷു അല്ലേ, അപ്പോൾ അവൾക്കൊരു കുഞ്ഞ് സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. ഒരുപാട് വിഭവമൊന്നുമില്ല, കുറച്ച് മാത്രം സാധനങ്ങൾ, എന്നാൽ ഒരു സദ്യ ആണ് താനും. പിന്നെ കുഞ്ഞിന് ആദ്യമായിട്ട് ഇലയിൽ സദ്യയൊക്കെ കൊടുക്കാനൊരാഗ്രഹം വരത്തില്ലേ, അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടി തൈര് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഇരുന്നൊരു പാക്കറ്റ് പാലിനെ ഞാനങ്ങ് ഉറയൊഴിക്കുക. തൈര് ഉറയായിട്ടിരുന്നത് നേരത്തെ വാങ്ങിച്ചതിൻ്റെ ബാക്കി തൈരുവാണ്. അപ്പോൾ അത് ഞാനൊരു കലത്തിൽ വെച്ച് തിളപ്പിക്കാൻ പോവാം. പിന്നെ ഇതാ കൊണ്ടുവന്ന പച്ചക്കറി ഞാൻ പിന്നെ പച്ചക്കറി എന്ന് എന്താ പറയുന്നത്, ഫ്രൂട്ട്സ് കൊണ്ടുവന്ന ഫ്രൂട്ട്സ്, പച്ചക്കറി എന്നും പറയാം. കിറ്റിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ എല്ലാം ഒതുക്കി വെച്ചു. വെള്ളം കുടിക്കണം, അത് വളരെ ഇമ്പോർട്ടൻറ്റാണ്. പിന്നെ നാളത്തേക്ക് അത്യാവശ്യത്തിന് തേങ്ങയൊക്കെ അങ്ങ് തിരുമ്മി വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഇന്ന് തന്നെ കേട്ടോ. ഇല്ലെങ്കിൽ നാളെ ഇപ്പം കണിയൊരുക്കലും പിന്നെ വീട്ടിലെ എല്ലാവരെയും വീഡിയോ കോൾ വിളിയും കണിയുടെ ഫോട്ടോ അപ്ലോഡിങ്, ശങ്കരി കുഞ്ഞിനെ ഒരുക്കണം, കൃഷ്ണനായിട്ട് ഒരുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. നടക്കുമോ എന്നറിയത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് അടുക്കളപ്പണിയും കൂടെ വന്നു കഴിഞ്ഞാലേ അപ്പോൾ അതിന് മുമ്പേ തീർത്ത് വെച്ചാൽ അത്രയും എളുപ്പമുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഈ തിരുമ്മി കഴിഞ്ഞിട്ടും ചിരട്ട ഇങ്ങനെ ചുരണ്ടി എടുക്കും കേട്ടോ. അമ്മ പഠിപ്പിച്ചതാണ്, അത്രയും കൂടെ കളയാൻ പാടില്ല എന്ന് പറഞ്ഞ്. നിങ്ങളാരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പിന്നെ ഞാൻ അത് ഒരു പാത്രത്തിലോട്ട് വെച്ച് അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. വെളിയിൽ വെച്ചിരുന്ന് ചീത്തയായിപ്പോവും. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് പെട്ടെന്ന് തേങ്ങയൊക്കെ ചീത്തയായിപ്പോവും. ഇവിടെ ഇപ്പോൾ ഞാൻ നാട്ടിലാണെങ്കിൽ നമുക്ക് അവിടെ തെങ്ങൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കുക തേങ്ങ, മിക്ക തേങ്ങയും ചീത്തയായിരിക്കും. പിന്നെ ഇതാ കിച്ചടിക്ക് വേണ്ടി ഞാൻ ആ വെണ്ടയ്ക്കൊക്കെ അങ്ങ് അരിഞ്ഞ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അത് എളുപ്പമുണ്ടല്ലോ രാവിലെ. എനിക്ക് വെണ്ടയ്ക്ക് അരിയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെണ്ടയ്ക്ക് അരിയുമ്പോൾ മാത്രം എനിക്കൊരു പ്രത്യേക സ്പീഡ് വരും. ഇതിപ്പോൾ ശരിക്കുള്ള സ്പീഡല്ല, വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടേക്കുക. എന്നാലും നോർമലി ഞാൻ അരിയുമ്പോൾ കുറച്ചും കൂടെ സ്പീഡ് കാണും ബാക്കി ഏത് പച്ചക്കറി അരിയുന്നതിനേക്കാളും. പിന്നെ ഇതാ ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുവാണേ. ഇവിടെ ഇരുന്ന പച്ചക്കറി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് സവാളയൊന്നും ഇല്ല, തീർന്നു. ഇനി ഏട്ടൻ വരുമ്പോൾ വേണം അതൊക്കെ വാങ്ങിക്കാൻ. അപ്പം ഇവിടെ ഉള്ള പച്ചക്കറി വെച്ച് ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുക. പച്ചക്കറി എല്ലാം തികഞ്ഞ് തന്നെ സാമ്പാർ ഉണ്ടാക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അല്ലേ. ഞാനേ ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ പീലർ വെച്ചാൽ പീൽ ചെയ്യുന്നത് കേട്ടോ. എനിക്കല്ലാതെ അത് ചുരണ്ടി കളയുമ്പോൾ എനിക്കൊരു തൃപ്തി വരത്തില്ല. ഇഞ്ചി പക്ഷേ പിച്ചാത്തി വെച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ പാലിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ ഒരു ചെറിയ നേർത്ത ചൂടായിരിക്കുന്ന സമയത്ത് അത് അരിപ്പയിലൊഴിച്ചങ്ങ് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് ഉറയങ്ങ് ഒഴിക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു. ഈ സമയത്തൊക്കെ ശങ്കരിക്കുഞ്ഞ് എൻ്റെ കൂടെ കരഞ്ഞും ചിരിച്ചും കളിച്ചും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൾക്കൊരു കുറുക്ക് കൊടുത്തു, സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം. ഈ വഴുതനങ്ങയൊക്കെ ചീത്തയായി പോയതാണ് കേട്ടോ, പുഴു കയറിയിരുന്നു, അറിഞ്ഞില്ല. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് ശങ്കരിക്കുഞ്ഞ് ബഹളം വെച്ചതുകൊണ്ട് പിന്നെ എനിക്ക് അവളെ ബാഗിലിടേണ്ടി വന്നു. ചില സമയം അവൾ ബാഗിലിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നും കേട്ടോ. പാവം, അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ ഒരു ജീവിത സാഹചര്യമായിട്ട്. ഇപ്പം ഞാൻ ഇതൊരു കട്ടൻ ചായ ഇട്ടതാണ് കേട്ടോ. ഈ ജോലിയുടെയൊക്കെ ഇടയ്ക്ക് എനിക്കൊരു എനർജി വേണമല്ലോ. ആഹാരം കഴിപ്പൊക്കെ കൃത്യസമയത്ത് നടക്കത്തൊന്നുമില്ല, കുഞ്ഞിനെയും കൊണ്ട് വീട്ടു ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളം കൂടിയാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് പഞ്ചസാരയൊന്നും ഞാനങ്ങനെ ഇടാറില്ല, എപ്പോഴും ഒന്നും ഇല്ല കേട്ടോ. രാവിലെ വൈകുന്നേരം ഒരു ചായയേ ഉള്ളൂ. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യം പോലെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കുടിക്കുമെന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ അങ്ങ് ഒതുക്കിയും കൂടെ വെച്ചേക്കാം. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒരു വലിയ ജോലി ആവത്തില്ല. ഞാൻ ചെയ്യാതെ ലാസ്റ്റത്തേക്ക് ഇട്ടിരിക്കുന്ന ഒരേ ഒരു ജോലി ഈ പാത്രം കഴുകല കേട്ടോ. ബാക്കി എല്ലാ ജോലിയും ഞാൻ ഏകദേശം അപ്പോൾ തന്നെ തീർത്ത് പോകാനാണ് നോക്കുന്നത്. എനിക്ക് മാക്സിമം വീട് വൃത്തിയാക്കി കിടക്കുന്നതാണ് ഇഷ്ടം. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ക്ലട്ടറായി കിടന്നാൽ എൻ്റെ മൈൻഡും അതുപോലെ ക്ലട്ടറാവും. എനിക്ക് വീട് വൃത്തിയായിട്ട് കിടന്നാലേ എൻ്റെ മൈൻഡും ഒക്കെ ആയിരിക്കത്തുള്ളൂ. ഒട്ടുമിക്ക പേർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ. വീട് വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖം കാണത്തില്ല. വീടെല്ലാം വൃത്തിയാക്കിയിട്ട് നീറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സമാധാനമാണ്. അയ്യോ എന്തൊക്കെ രീതിയിൽ ശങ്കരിക്കുഞ്ഞ് കിടക്കുന്നുണ്ടോ. അവൾക്ക് ഞാൻ ഈ പെറുക്കി മാറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ സ്ലാബിൽ എന്തിരുന്നാലും അവൾക്ക് എടുക്കണം. ഇനിയാണ് എൻ്റെ ഇന്നത്തെ ഏറ്റവും ഫേവറേറ്റ് ഒരു പരിപാടി വന്നത് കേട്ടോ. ഭഗവാൻ എന്തായാലും ഒരു മാല കെട്ടിയിടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നേ. ഇവിടെ ഇഷ്ടംപോലെ അരളിപ്പൂക്കൾ നിൽപ്പുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ അമ്പലത്തിലൊന്നും പോകുന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ അരളി ഇതിനുപയോഗിച്ചു. ഞാൻ ഈ വണ്ടറടിച്ചിരിക്കുന്നത് എന്തെന്നറിയാമോ, ഈ പൂ കെട്ടാൻ പറ്റുന്നില്ല. കുറേ ശ്രമിച്ചിട്ട് നൂലിൽ ഇതൊന്നും കെട്ടാൻ പറ്റുന്നില്ല. ഇതിൻ്റെ കൂടുതൽ ഇതളുകളുണ്ട്, താഴോട്ടും കൊണ്ട് നിൽക്കുന്നുണ്ട്, കെട്ട് നിൽക്കുന്നില്ല, ഊർന്നു വീഴുക. അങ്ങനെ പിന്നെ അന്തം വിട്ട് നിന്നാൽ ഞാനിവിടെ സൂചിയും ഇല്ല കോർത്തെടുക്കാൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ നേരെ ഫ്രണ്ടിൽ ചന്ദനത്തിരിയുടെ ഒരു കുഞ്ഞ് കമ്പ് കിടക്കുന്നു. ഞാൻ നൈസായിട്ട് ആ നൂലിൻ്റെ അറ്റത്തോട്ട് ആ കമ്പ് കെട്ടിയിട്ടേ സൂചി പോലെ അത് കുത്തിയങ്ങ് കയറ്റി. എന്തായാലും സംഭവം സക്സസ് ആയി. ഈ വല്ലഭനെ പുല്ലു ആയുധം എന്നൊക്കെ പറയുന്നത് ഇതായിരിക്കും അല്ലേ. എന്തായാലും പൂ തീർന്ന വഴി അറിഞ്ഞൂടാ. എൻ്റെ അമ്മയുടെ ശീലമാണ്
ഭഗവാന് മാല കെട്ടി കൊടുക്കുക എന്നുള്ളത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഇപ്പം എനിക്കും അതാ. ഇപ്പോഴല്ല, കുറച്ച് നാളായി. പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു ജോലിയും കൂടെ കഴിയുന്നതോടുകൂടി എൻ്റെ വിഷു പ്രിപ്പറേഷൻസൊക്കെ കഴിയും. ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കണിയൊക്കെ ഒരുക്കി എൻ്റെ ശങ്കരി കുഞ്ഞിനെ കണി കാണിച്ചു കൊടുക്കണം. അവളുടെ ലൈഫിലെ ഫസ്റ്റ് കണിയാണ്. അവൾ ഓർത്തിരിക്കത്തില്ല, എന്നാലും എനിക്ക് എന്നേക്കും ഓർത്തിരിക്കാൻ ഇത് മതി. ഹാപ്പി വിഷു ഓൾ. എല്ലാവരും അടിച്ച് പൊളിക്കണേ.